ഹായ് ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരുടെയും നേരെ വിമർശനമായിട്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഇടയായിട്ടൊക്കെ വരുന്ന ഓരോ വീഡിയോസും ഓരോ പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ വിമർശിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ കാര്യമാണ്. അവർ വൈറലായിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ് രേണു സുധി. പുള്ളിക്കാരിയെ പറ്റിയാണ് ഞാൻ സംസാരിക്കാനായിട്ട് വന്നത്. പക്ഷേ ഞാൻ അവർക്ക് നേരെ ഇതുവരെയും അങ്ങനെ ഒരു വായി ഞാൻ തുറന്നിട്ടില്ല. എനിക്കതിനോട് താല്പര്യവും ഇല്ല. പക്ഷേ വിമർശിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നാവില്ലെങ്കിൽ പോലും നാവ് കടമെടുത്തുകൊണ്ട് വന്ന് വിമർശിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. പുള്ളിക്കാരി കാണിക്കുന്ന മുഴുവൻ അഭിനയങ്ങളാണ്. പുള്ളിക്കാരി നാടക തരംഗമാണ്. നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയാണ്. പക്ഷേ ജീവിതം തന്നെ നാടകീയ രംഗങ്ങളാക്കി തീർക്കുന്നത് എന്ത് രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരി ശരി ഒരു വീട്ടമ്മയായിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ വിയോഗം കാരണം പുള്ളിക്കാരി പിന്നെ വിധവയായി, 2 കുട്ടികളെ നോക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരിതുകൊണ്ട് പുള്ളിക്കാരി വേണ്ട പ്രവൃത്തികളൊക്കെ ചെയ്ത് എങ്ങനെയും ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ. അതിനെതിരെ വിമർശിക്കുന്ന എല്ലാവരെയും ഞാൻ പോസ്റ്ററുകളുടെയും വീഡിയോസിലൂടെയും വിമർശിക്കാതിരുന്നുവെങ്കിലും ഞാൻ മാനസികമായിട്ട് അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ സംസാരിക്കുകയുണ്ടായി, എന്തിനാണ് വെറുതെ ഒരു ലേഡിയിട്ട് ഇത്രയും പാടുപെടുത്തുന്നതെന്ന്. അവരെങ്ങനെ ജീവിച്ച് പൊക്കോട്ടെ, അതായിരുന്നു. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഈ പ്രവർത്തികൾ നമ്മളെക്കൊണ്ട് പോലും, അതാ ഞാൻ പറഞ്ഞത്, നാവില്ലാത്തവനെ നാവ് എടുപ്പിച്ചെങ്കിലും അവർ വിമർശിപ്പിക്കും. അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇപ്പോൾ ഒന്നുമില്ലാതെ ബിഗ് ബോസിലേക്ക് കൊടുത്തു. എന്തിനാണ് അവർ ബിഗ് ബോസിൽ വന്നതെന്ന് വല്ല പിടുത്തമുണ്ടോ ഈ കാണുന്നവർക്ക്? അവരെന്തിനാണ് ബിഗ് ബോസിൽ വന്നത്? തിന്നാനും കുടിക്കാനും കിടന്നുറങ്ങാനുമാണോ? എന്തെങ്കിലും ഒരു മത്സരം കൊടുത്താൽ അവർ മത്സരിക്കില്ല. അവരപ്പുറത്ത് വടി പോലെ അപ്പുറത്ത് പോയി നിൽക്കും. കാര്യം ചോദിച്ചാൽ പറയും ആരോഗ്യനില, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം അതിനെ പറ്റിയതല്ല, അവർക്ക് അടിപിടിയൊന്നും വെക്കാൻ പറ്റത്തില്ല. അടിപിടി വെക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ രീതി എന്താണ് എന്നത് അറിഞ്ഞുകൊണ്ടാണല്ലോ ബിഗ് ബോസിലേക്ക് വന്നതും. അപ്പോൾ ആ വന്നതിന് ശേഷം ബിഗ് ബോസിന് അല്ലെങ്കിൽ തന്നെ വേണ്ട, അടിപിടി വെക്കണ്ട, അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നല്ല വാക്ചാതുര്യമുണ്ട്. അവർ അതിലൂടെയാണ് ഇത്രയും നാൾ പിടിച്ചു നിന്നത്. അവരുടെ ജീവിതത്തിലും ആൾക്കാരെ എല്ലാവരും മന്ദബുദ്ധിയാക്കിക്കൊണ്ടിരുന്നതും. എന്തിന് അവർക്കൊരു വീട് വെച്ച് കൊടുത്തവരെ, വീടില്ല ഒന്നുമില്ല, വാടക വീട്ടിലാണ് കിടക്കുന്നത്, 2 കുട്ടികളെ നോക്കാൻ പോക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സിമ്പതി കാരണം സ്ഥലം കൊടുത്ത ഫാദറിനെ വരെ ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി. വീട് വെച്ച് കൊടുത്ത ഫിറോസിക്ക് എന്തെല്ലാം വാക്കുകൾ പറഞ്ഞു. ക്യാഷ് ഇട്ട് സഹായിച്ച ആ ജനസമൂഹത്തെ എന്തൊക്കെ വാക്കുകളുണ്ട് മര്യാദയായിട്ട് സംസാരിച്ചു. പിന്നെ അത് പോരാത്തതിന് അവർ തന്നെ നമുക്ക് കുറേ അവർക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് നേരെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആരൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ ആ സഹായങ്ങളെല്ലാം ഏറ്റുവാങ്ങിയിട്ട് അവർക്ക് നേരെ വിമർശനങ്ങളുമായിട്ട്, അവർക്ക് നേരെ എന്താ പറയുക, വേണ്ടാത്ത അപവാദങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ലേഡിയാണ് ഈ രേണു സുധി. പിന്നെ അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടി, എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി അവർ വൈറലായി. അവരെ നമ്മളെപ്പോലത്തെ ജനസമൂഹം തന്നെ രേണു സുധി അത് ചെയ്യുന്നു, രേണു സുധി വണ്ടിയിൽ കയറുന്നു, രേണു സുധി നടുറോട്ടിൽ നിന്ന് കാലുകുത്തി നാടുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പറഞ്ഞ് രേണു സുധി എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോ വൈറലാക്കി കൊടുത്തു. ഇപ്പോൾ ബിഗ് ബോസ് അണ്ണനും അവരെ ബിഗ് ബോസിലേക്ക് എടുത്തിട്ടുണ്ട്. അവർക്കുള്ള പണി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രേണു സുധിയുടെ വായിൽ നിന്ന് കിട്ടിക്കോളും. അത് വേറെ, അതെന്തായാലും നമ്മളാരും പറയണ്ട, അത് രേണു സുധി തന്നെ കരുതി വെച്ചിട്ടുണ്ട്. രേണു സുധി ബിഗ് ബോസ് അണ്ണൻ വിചാരിച്ചത് രേണു സുധിയെ ബിഗ് ബോസിലേക്ക് എടുത്തിട്ട് ജാസ്മിനിട്ട് പണി നാറ്റിച്ചതുപോലെ പണി കൊടുക്കാമെന്നാണ്. പക്ഷേ രേണു സുധി ബിഗ് ബോസ് അണ്ണനെക്കാളും ഭയങ്കര ബുദ്ധിശാലിയാണ്. അവിടെ മൗനമായിട്ടിരുന്ന് കളി കാണുന്നുണ്ട്. എല്ലാവരും പറയും പോലെ രേണു സുധി ബിഗ് ബോസ് നമ്മളൊക്കെ വീട്ടിൽ ഇരുന്നുകൊണ്ട് കാണാം, ഓള് ബിഗ് ബോസിനകത്തിരുന്നുകൊണ്ട് തന്നെ ബിഗ് ബോസ് കണ്ട് രസിക്കുകയാണ്. അതൊക്കെ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. സ്വന്തം മോനെ അവിടെ കൺസെഷൻ റൂമിലേക്ക് വന്നിട്ട് പറയുന്നു, എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസേ, ഇതോടെ 2-3 പ്രാവശ്യമായി, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പോകണം. നമ്മുടെ ജാൻമോണി പറഞ്ഞതുപോലെ എനിക്ക് പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞതുപോലെ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് അവിടെ ബഹളം കൂട്ടിയിട്ടും പിന്നെ കൺസെഷൻ റൂമിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും അല്ല, എൻ്റെ മോനെ റിതപ്പനെ കാണാൻ പറ്റുന്നില്ല, അവൻ്റെ അച്ഛൻ പോയതിന് ശേഷം അവർ ടി വിയിലൂടെയൊക്കെയാണ് കണ്ടത്, അതുപോലെ എൻ്റെ മോൻ ഞാൻ മരിച്ചു എന്ന് വിചാരിക്കുമോ, ഞാൻ ജീവനോടെ ഉണ്ടെന്നൊക്കെ പറയണം, അവനോടുള്ള ആ ഒരിത് മറക്കാൻ പറ്റുന്നില്ല. പൊന്നു, അങ്ങനെയുള്ള ആ ഒരമ്മ എത്രയായിരുന്നാലും, എനിക്കൊരു 3 കുട്ടികളുണ്ട്,
ഞാനും ജീവിതത്തിൽ തെറ്റുകളൊന്നും ചെയ്യാത്ത ഒരു ലേഡിയല്ല. ഞാനും അത്യാവശ്യം മനുഷ്യനായി പിറന്ന മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളൊക്കെ ചെയ്ത് തന്നെയാണ് ഈ രീതിക്ക് ഞാനും എത്തിയത്. പക്ഷേ എനിക്കൊരു 3 കുട്ടികളുണ്ട്. എൻ്റെ കുട്ടികളുടെ ബർത്ത്ഡേ ചോദിച്ചാൽ ഞാൻ ഏത് കലവറയ്ക്കുള്ളിലിരുന്നാലും ഞാൻ ബർത്ത് ഡേറ്റ് ഞാൻ ഓർത്ത് വെക്കും. ഈ മാസം ഇന്ന തീയതി കാണുന്നു. ആ ബർത്ത് ഡേറ്റ് പോലും ഓർക്കാത്ത ഒരമ്മയാണ് അവർ. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. പിന്നെ കുറച്ച് സിമ്പതി വാങ്ങിക്കാൻ വേണ്ടി കൊല്ലം സുധിയുടെ പേരും പറഞ്ഞ് പാവം സുധി ചേട്ടൻ്റെ പേരും പറഞ്ഞ് അവർ നടക്കുന്നുണ്ട്. ആ ബർത്ത് ഡേറ്റ് പോലും പറയാണ്ട് കിച്ചുവിൻ്റെ വ്ളോഗിൽ ഇട്ടേക്കുന്നു കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ വിഷസും വീഡിയോസും ഒക്കെ. അതുപോലെ അവർക്ക് ഓർമ്മയില്ല. അതുപോലും ഓർമ്മയില്ലാണ്ട് അവർ കൊച്ചിൻ്റെ പേരും പറഞ്ഞ് അവിടെ കരയുവാണ്. എന്നാൽ പിന്നെ ലാലേട്ടനെ കൊണ്ട് എത്രയോ ആൾക്കാരുടെ ഇത് അവിടെ വിഷ് ചെയ്യുന്നുണ്ട്, അവരുടെയൊക്കെ റിലേറ്റീവ്സിൻ്റെ. അതുപോലെ സ്വന്തം മോൻ്റെ അല്ലേ, ഒരു കുഞ്ഞുകുട്ടിയുടെ അല്ലേ, ആ ബർത്ത്ഡേ അവിടെ വിഷ് ചെയ്യാനല്ലേ ഉള്ളൂ. അതുപോലും ചെയ്തിട്ടില്ല രേണുസുതി എന്ന ഈ മഹാവ്യാധി. അപ്പോൾ സ്വന്തം കുട്ടിയുടെ ബർത്ത്ഡേ പോലും ഓർമ്മയില്ലാത്ത ഒരമ്മ ബിഗ് ബോസിൽ പോയിട്ട് എൻ്റെ മോനെ മിസ് ചെയ്യുന്നു, എൻ്റെ മോൻ എന്നെ മറക്കും, അവൻ്റെ അച്ഛനെ മരിച്ചതുപോലെ വിചാരിക്കുമ്പോൾ എന്നെയും വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ട് ലാസ്റ്റ് ബിഗ് ബോസ് അണ്ണൻ എന്തൊക്കെയോ പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ ആത്മധൈര്യം മനസ്സിന് ധൈര്യമൊക്കെ വർദ്ധിച്ചിട്ട് പിന്നെയും ഞാനിവിടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് ഒന്നും പ്രവർത്തിക്കാതെ ആ ഒരു വീക്കെൻഡിൽ പിന്നെയും എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് കരഞ്ഞ് പിന്നെയും എന്തെങ്കിലുമൊക്കെ മേടിച്ച് ജനങ്ങളുടെ വോട്ട് മേടിക്കാൻ കാട്ടിക്കൂട്ടി പോയിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു വിഷയം വന്നിട്ടുണ്ട്. ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും എന്തിനാ ബിഗ് ബോസിൽ കയറി വന്നപ്പോൾ പോലും സുധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എവിടെയും പാവം കൊല്ലം സുധിച്ചേട്ടൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇവർ ഇത്രയും സിമ്പതി മേടിച്ച് കിട്ടിയതും. ഇപ്പോഴത്തെ വേറൊരു വോയിസ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. യൂട്യൂബിലും മറ്റും അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കിടപ്പുണ്ട്. ഒരു ഷെവീന ബീവി എന്ന മാഡത്തിൻ്റെ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോയിൽ അവിടെ കിടപ്പുണ്ട്. ആ വോയിസ് പോയി നോക്കിയാൽ മതി. ആ വോയിസിൽ കിടപ്പുണ്ട് സുധിച്ചേട്ടൻ മരിച്ചതിൻ്റെ 1 മാസത്തിനകത്ത് ഇവർ വേറൊരു ആളിൽ നിന്ന്, അതും 10-25 വയസ്സുള്ള ഒരു ചെറുക്കനിൽ നിന്നും ഇവർ പ്രഗ്നൻ്റായി. അത് അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോളും മൂടി പോയതിൻ്റെ ലീലാവിലാസങ്ങൾ ആ വോയിസിൽ, അതും സ്വന്തം അടുത്ത കൂട്ടുകാരി ബിഗ് ബോസിൽ തന്നെ കഴിഞ്ഞ സീസണിൽ വന്നു പോയ ഒരു മത്സരാർത്ഥിയാണ് ഈ വോയിസ് പുറത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഷെഫീന ബീവി എന്ന ഒരു വ്യക്തി അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയും ചെയ്തു. എന്ത് തരം ഫേക്കാണ് ഇവർ നാടക കളിക്കാരിയാണ്. പക്ഷെ അത് കലയായിട്ട് മാത്രം പോരെ, ജീവിതത്തിൽ വേണോ? എത്ര വിധവകൾ ജീവിക്കുന്ന ഒരു നാടാണിവിടെ. വിധവകൾ തന്നെയെന്നില്ല, ഇന്ന് ഭർത്താക്കന്മാരുണ്ടായിട്ടും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച് തീർക്കുന്ന ഒരുപാട് അമ്മമാരുള്ള നാടാണിത്. ആ നാട്ടിൽ ഇവരുടെ മൈൻഡ് ഭയങ്കര ക്രൂവലായിട്ടുള്ള മൈൻഡാണ്, ഭയങ്കര ക്രിമിനൽ മൈൻഡാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും പോലെയൊന്നുമല്ല. ഇങ്ങനെയുള്ളതിനെയൊക്കെ ചവിട്ടി പുറത്തിടുകയാണ് വേണ്ടത്. അല്ലാണ്ട് അവരെ ഇങ്ങനെ നമ്മൾ സേഫ് ചെയ്തിട്ട് ഉണ്ട്. വിധവയായിട്ടുള്ള ഒരു ലേഡി, അവൾ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അവൾ എന്ത് കോപ്രായം കാണിച്ചാലും ജീവിക്കാനുള്ള എന്തെങ്കിലും കോപ്രായമാണ്. നമ്മൾ അഖിൽ മരാറ് പറഞ്ഞതുപോലെ ജീവിക്കാൻ വേണ്ടി അവരെന്തെങ്കിലും കോപ്രായം കാണിക്കണമെങ്കിൽ ഓക്കെ. പക്ഷേ സഹായിക്കുന്നവരെയും ജീവനായിട്ട് സ്നേഹിച്ചവരെയും വഞ്ചിച്ചു കൊണ്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ജീവിതം, അത് വെച്ച് പൊറപ്പിക്കരുത്. അത് ആണായാലും പെണ്ണായാലും വെച്ച് പൊറപ്പിക്കരുത്. പിച്ച് ചീന്തി വലിച്ചെറിയണം. എന്തിനാണ് പിന്നെ അവിടെ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്? ബിഗ് ബോസിൽ എന്തിനാണ് ഇവിടെ വീണ്ടും നിർത്തിയേക്കണമെന്ന് എനിക്കറിയില്ല. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അതിൻ്റെ ക്വാളിറ്റി ഒന്നും ഷെയർ ചെയ്യാനോ അറിയില്ല. നിങ്ങൾക്ക് എന്ത് കമൻസ് ഉണ്ടെങ്കിലും ഇതിൽ രേഖപ്പെടുത്താം. എൻ്റേതായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തിയത്.